ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റന്നാൾ ഞങ്ങൾ തിരിച്ച് ഗൾഫിലോട്ട് പോവുകയാണ്. അപ്പോൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ കാച്ചെണ്ണയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് ഞാൻ കാച്ചെണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കും ഒക്കെ തേക്കുന്ന എണ്ണ ആട്ടോ, അതിൻ്റെ ഒരു കൂട്ടാണെന്ന് പറഞ്ഞു തരുന്നത്. ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ സാധനങ്ങളും എനിക്ക് കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എണ്ണ കാച്ചുന്നത്. ഇത് നല്ല രീതി ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം, അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ആദ്യം ഞാനിവിടെ പച്ച നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഉപ്പിലൊക്കെ ഇടുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം ഒട്ടും പാടില്ല, അത് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 7 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1 കിലോ എണ്ണയുടെ കണക്കാണ് പറയുന്നത്. അതേപോലെ ചുവന്നുള്ളി ഒരു 7-8 എടുത്തിട്ടുണ്ട്. 1 കിലോ സവാള എടുക്കരുത്, ചുവന്നുള്ളി തന്നെ എടുക്കണം. പിന്നെ ഒരു പിടി കറിവേപ്പില. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില എടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്, കൊണ്ട് വിഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് എടുക്കേണ്ട. വീട്ടിലുള്ള കറിവേപ്പിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ചെമ്പരത്തിയുടെ ഇല, പൂവും എടുക്കാം, പക്ഷേ എനിക്കിവിടെ പൂ കിട്ടിയില്ല, ഇല മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഒരു അലോവേര, എനിക്കിപ്പോൾ ഒരു വലിയ അലോവേരയാണ് കിട്ടിയത്. ചെറിയ അലോവേര ആണെങ്കിൽ 2 എടുക്കാം. അതേപോലെ 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കരിഞ്ചീരകം, തുളസി. എനിക്ക് തുളസി കുറച്ചേ കിട്ടിയുള്ളൂ, കുറച്ച് കൂടുതലും എടുക്കാവുന്നതാണ്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല കിട്ടിയാൽ അതും നല്ലതാണ്, എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല കിട്ടിയാൽ അതും കൂടെ ഇട്ട് അരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടതിന് ശേഷം ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഈ നെല്ലിക്കയും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് വരും. അതിനുശേഷം അലോവേരയും കൂടെ ഇടുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഒട്ടും വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ. ഇതേപോലെ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരടി കട്ടിയുള്ള പാത്രം വേണം എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഉരുളിയിലാണ് എണ്ണ കാച്ചുന്നത്. ഉരുളിയിൽ ആദ്യം ഈ ഒരു മിക്സ് ഇട്ടതിന് ശേഷം ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ, വീട്ടിൽ ആട്ടുന്ന വെളിച്ചെണ്ണയാണിത്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയും കാട്ടി ആട്ടിയ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടാത്തവർ ആ ഷോപ്പിൽ ആ ഒരു വെളിച്ചെണ്ണയിലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കിത് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് എണ്ണ കാച്ചരുത്. ഒരു 4-5 മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു എണ്ണയിലോട്ട് ഇതിൻ്റെ ഒരു സത്തൊക്കെ, ഈ ഇലയുടെയൊക്കെ സത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഗ്യാസിൽ വെച്ചാണ് കേട്ടോ എണ്ണ കാച്ചുന്നത്, അടുപ്പിൽ വെച്ചല്ല, ഗ്യാസിൽ വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം എണ്ണ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആണ് കാച്ചുന്നത്. ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് കൈയിടാതെ ഇളക്കുക കേട്ടോ. ഒരിക്കലും കരിഞ്ഞു പോകരുത്, കരിഞ്ഞ പാകം തെറ്റിപ്പോവും. ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടേനാക്കുമ്പോൾ എണ്ണ പരുവായിട്ട് കിട്ടും. ജസ്റ്റ് എണ്ണയുടെ മണമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളകും കൂടെ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് നല്ല മണമൊക്കെ വരും കേട്ടോ ഈ ഒരു എണ്ണയുടെ. അതിനുശേഷം ഇന്ന് എണ്ണ കാച്ചിയാൽ അത് നാളെ അത് അരിച്ചൊഴിക്കാൻ പാടുള്ളൂ. ഒരു വെള്ള തുണിയിൽ അരിച്ചൊഴിക്കാവുന്നതാണ്. ഇന്ന് എണ്ണ കാച്ചിട്ട് ഇന്ന് തന്നെ ഒഴിക്കരുത്, നാളെയാണ് അരിച്ചൊഴിക്കാൻ പറ്റുക. അപ്പോഴാണ് അതിൻ്റെ സത്തൊക്കെ ആ ഒരു എണ്ണയിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ അരിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. നല്ലൊരു എണ്ണയാണ്, എൻ്റെ മക്കൾക്കും എല്ലാം തേക്കുന്ന ഒരു എണ്ണയാണ്. ഈ പനങ്കുല ഒരുപാട് മുടി വളരുമെന്നൊന്നും പറയുന്നില്ല ഞാൻ, പക്ഷെ നല്ലൊരു എഫക്റ്റ്, മുടിക്ക് കറുപ്പ് നിറമൊക്കെ ഉണ്ടാകുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.